നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം കുറച്ച് പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ഭാവവും അദ്ദേഹത്തിൻ്റെ ലീലകളെയും കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് കേട്ടിരിക്കുക. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ വളരെ രസകരമായൊരു കാര്യമാണ്. അതായത് വളരെ ലളിതമായിട്ട് വർണ്ണിച്ചിരിക്കുന്ന ഈ ശ്രീകൃഷ്ണ ഭാവം വാസ്തവത്തിൽ വളരെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളതാണ്, വളരെ വളരെ ഗഹനവും നിഗൂഢവുമായിട്ടുള്ളതാണ്. ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ യഥാർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ആനന്ദം അല്ലെങ്കിൽ പരിപൂർണമായ ആനന്ദം എന്നുള്ളതിനെക്കുറിച്ചാണ് ശ്രീകൃഷ്ണ ഭഗവാനെ വർണ്ണിക്കുമ്പോൾ പറയാനുള്ളത്. അപ്പോൾ ഈ ആനന്ദം എന്ന് പറയുന്നൊരു വാക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് എന്തെങ്കിലും സന്തോഷം, അതിനെയാണ് നമ്മൾ ആനന്ദം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ അതല്ല ആനന്ദം. നന്ദ എന്ന് പറയുന്ന ഒരു സംസ്കൃത ധാതുവിൽ നിന്നാണ് ആനന്ദ എന്ന വാക്കുണ്ടായത്. ആനന്ദ എന്ന് പറഞ്ഞാൽ എപ്പോഴുമുള്ള നന്ദ എന്നുള്ള അർത്ഥം. നന്ദ എന്ന് പറയുന്ന സംസ്കൃത വാക്ക് വാസ്തവത്തിൽ അതിൻ്റെ ശരിയായ അർത്ഥം പരിപൂർണമായ തൃപ്തി എന്നാണ്. ഇനിയൊന്നും വേണ്ടാത്ത പരിപൂർണമായ തൃപ്തി എന്നുള്ളതാണ് നന്ദ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. നമുക്കിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ, നമുക്കല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം നമുക്ക് തന്നാൽ നമ്മൾ അവരോട് നന്ദി അറിയിക്കാറുണ്ട്, നന്ദിക്കാറുണ്ട് അല്ലേ? നമ്മളവരെ നന്ദിക്കാറുണ്ട്. ഈ നന്ദിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ തൃപ്തി അവരോട് രേഖപ്പെടുത്തുന്നു എന്നാണ്. നമ്മുടെ പരിപൂർണമായ തൃപ്തി അവരെ അറിയിക്കുന്നു എന്നാണ് നന്ദിക്കുന്നു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഈ പരിപൂർണമായ തൃപ്തി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ആനന്ദം തന്നെയാണ്. ഇനി ഒന്നും വേണ്ടാത്ത അവസ്ഥ, അത് വാസ്തവത്തിൽ ആനന്ദം തന്നെയാണ്. അപ്പോൾ ആനന്ദം എന്ന് പറഞ്ഞാൽ നിത്യേനയുള്ള നന്ദഭാവം, ആനന്ദം വന്ന് ഗമിക്കുന്ന നന്ദഭാവം, ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. അതെന്ന് പറഞ്ഞാൽ പരിപൂർണമായ തൃപ്തി പ്രാപിക്കുന്ന ഒരവസ്ഥ, പരമശാന്തി അല്ലെങ്കിൽ പരമമായ സന്തോഷം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രീകൃഷ്ണ തത്വം തന്നെയാണ് വാസ്തവത്തിൽ ശിവതത്വത്തിലും ഉണ്ടാവുള്ളത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛൻ്റെ പേരാണ് നന്ദഗോപർ, അല്ലെങ്കിൽ വളർത്തച്ഛൻ്റെ പേരാണ് നന്ദഗോപർ. ഇപ്പോൾ ഗോപന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാവുന്നുള്ളൊരു കാര്യം, ഈ ഗോപന്മാരെന്ന് പറയുന്നത് പശുക്കറവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്ന ആൾക്കാരാണ്. അവർ ഈ ഗോപാലന്മാരാണ്. അതായത് പശുക്കളെ വളർത്തി അവയെ മരണം വരെ പരിപാലിച്ച് അവരുടെ പാലൊക്കെ എടുത്ത് തൈരും മോരുമൊക്കെ ഉണ്ടാക്കി വിറ്റും കച്ചവടം നടത്തി അങ്ങനെ കഴിയുന്ന ഒരു വൈശ്യ ഗ്രൂപ്പാണ് വാസ്തവത്തിൽ ഗോപന്മാർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്, യാദവന്മാർ. അതിൽ നന്ദഗോപൻ്റെ വളർത്തപുത്രനായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ. നന്ദഗോപൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് പരിപൂർണമായും തൃപ്തി അടഞ്ഞ ഗോപൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഗോപനെ സംബന്ധിച്ച് നോക്കിയാൽ, നന്ദഗോപനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അദ്ദേഹത്തിന് ഇനി ഒന്നും വേണ്ട. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഹാപ്പിയാണ്. അദ്ദേഹം ഗോക്കളെ വളർത്തുന്നു, അവയെ പരിപാലിക്കുന്നു, ആ ഗോക്കളുടെ കുട്ടികളോടൊപ്പം ആനന്ദിക്കുന്നു അല്ലെങ്കിൽ സന്തോഷിക്കുന്നു. അദ്ദേഹം തൃപ്തിയടയും. അദ്ദേഹത്തിന് സർവ്വപ്രകാരത്തിലും തൃപ്തിയുള്ളവനാണ്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ, അതായത് മഹാവിഷ്ണുവിൻ്റെ ഈശ്വരാംശമായ ശ്രീകൃഷ്ണ ഭഗവാൻ നന്ദഗോപരുടെ പുത്രനായി വസിച്ചത്. നന്ദഗോപർക്ക് തന്നെ പരിപാലിക്കുവാനുള്ള അവസരം നൽകിയത് എന്ന് വേണമെങ്കിൽ പറയാം. യശോദ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമെന്ന് ചോദിക്കാം. ശോധന ചെയ്യുന്നവളാണ് യശോദ എന്ന് പറഞ്ഞാൽ ദുരീകരിക്കുക. ശോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ ദുരീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ തെറ്റായിട്ടുള്ളതിനെ മാറ്റി നല്ലതിനെ സ്വീകരിക്കുന്നതാണ് യശോദ എന്ന് പറയുന്നത്. യശോദയുടെ ജോലി തന്നെ, യശോദ എന്ന് പറയുന്ന ആ ദേവിയുടെ ജോലി തന്നെ വാസ്തവത്തിൽ എന്താണ്? തൈര് കടഞ്ഞ് അതിൽ നിന്ന് വെണ്ണ എടുക്കുക എന്നുള്ളതാണ്. അത് വാസ്തവത്തിൽ തൈരെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ മനസ്സാണ്, വെണ്ണ എന്ന് പറയുന്ന ജ്ഞാനമാണ്. അങ്ങനെയും നമുക്ക് അർത്ഥമുണ്ട്. അപ്പം എന്തുകൊണ്ടും വളരെ കോംപ്ലക്സ് ആയ ഈ അർത്ഥം. യശോദാദേവി ശ്രീകൃഷ്ണനെ മകനെ പോലെ ലാളിക്കുന്നുണ്ട്. യശോദാദേവി എന്ന് പറയുന്നത് നല്ല വണ്ണമുള്ളൊരു സ്ത്രീയാണ്, നല്ല തടിച്ച ഒരു സ്ത്രീയാണ്, വണ്ണം ഉള്ളവളാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നന്ദഗോപര് യശോദയെ കളിയാക്കാറുണ്ട്. ആനയെ പോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ നീ കാളയെ പോലെ ഇരിക്കും, പശുവിനെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് യശോദയെ കളിയാക്കാറുണ്ട്. യശോദയ്ക്ക് നടക്കാൻ ഒരുപാട് ഓടാനൊന്നും പറ്റില്ല. കാരണം യശോദ ഇരുന്ന് തൈര് കടങ്ങി ആ ജോലിയാണ് യശോദ. അപ്പോൾ യശോദയ്ക്ക് വാസ്തവത്തിൽ നടക്കാനോ ഒന്നും സ്പീഡിൽ ഓടാനൊന്നും പറ്റത്തില്ല. നല്ല വണ്ണമുള്ളൊരു ലേഡിയാണ്, വെളുത്ത് തുടുത്ത് വണ്ണമുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ ആ യശോദയുടെ
മകനായിട്ടാണ്, അല്ലെങ്കിൽ വളർത്തു മകനായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ കളിച്ച് ചിരിച്ച് നടന്നത്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ കുസൃതികൾ കണ്ടിട്ട് യശോദ എന്ത് ചെയ്യും? ശ്രീകൃഷ്ണനെ പിടിക്കാൻ വേണ്ടി ഓടും. പക്ഷേ യശോദയ്ക്ക് പിടിക്കാൻ പറ്റില്ല. കാരണം ശ്രീകൃഷ്ണൻ സ്പീഡിൽ ഓടുമ്പോൾ യശോദയ്ക്ക് തടിച്ച ശരീരം കൊണ്ട് യശോദ വേർത്ത് കുളിച്ച് വളരെ വിഷമിക്കും. അവസാനം ഇവനെ ഇനി എന്ത് ചെയ്യാൻ എന്നുള്ള രീതിയിൽ യശോദ അങ്ങനെ എന്തെന്ന് പറഞ്ഞാൽ ഇടുപ്പിന് കൈയും കൊടുക്കുന്നത്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു മനുഷ്യൻ്റെ പരിപൂർണമായ തൃപ്തിയിൽ നിന്ന് അവന് കിട്ടുന്ന ലാഭമാണ് പരമാത്മാവ് അഥവാ ശ്രീകൃഷ്ണ ഭഗവാൻ. നന്ദഗോപൻ എന്ന് പറഞ്ഞാൽ പരിപൂർണ തൃപ്തി അടഞ്ഞ ഒരു ഗോപന് എന്നാണ് അതിൻ്റെ അർത്ഥം പറയുന്നത്. അപ്പോൾ ഇനി ശ്രീകൃഷ്ണ ഭഗവാന്റെ യഥാർത്ഥ പിതാവിനെ കുറിച്ച് പറയാം. ശ്രീകൃഷ്ണ ഭഗവാന്റെ യഥാർത്ഥ പിതാവെന്ന് പറയുന്നത് വസുദേവനാണ്. വസുദേവൻ എന്ന് പറയുന്നത് ദേവകീ ദേവിയുടെ ഭർത്താവായിട്ടാണ് പറയുന്നത്. ദേവകി എന്ന് പറയുന്നത് കംസൻ്റെ സഹോദരി. അപ്പോൾ വസുദേവർ എന്ന് പറയുന്നത് കശ്യപ പ്രജാപതിയുടെ അവതാരമായിട്ടും, അതുപോലെ തന്നെ ദേവകീ ദേവി എന്ന് പറയുന്നത് ദേവമാതാവായിട്ടുള്ള അതിഥിയുടെ അവതാരമായിട്ടുമാണ് പറയുന്നത്. അപ്പം വസുദേവൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ സർവ്വയിടങ്ങളിലും വസിച്ചിരിക്കുന്നതെന്നാണ്. സർവ്വയിടങ്ങളിലും വസിക്കുന്ന ദേവൻ എന്നാണ്. ആ ദേവൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ കോൺഷ്യസ്നെസ്, അതായത് ആ ഒരു ബോധം. ആ ബോധമാണ് സർവ്വതിലും വസിക്കുന്നത്. കല്ലിലും മണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലാം വസിക്കുന്നത് ആ ബോധമാണ്. ഇനി ദേവകീ ദേവി എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതിഥി എന്ന് പറയുന്ന ദേവമാതാവിൻ്റെ അവതാരമായിട്ടാണ്. ഈ അതിഥി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദിതി എന്ന് പറഞ്ഞാൽ കുറവ് എന്നാണ് അർത്ഥം. ദിതി എന്ന് പറഞ്ഞാൽ കുറവ് അഥവാ പോരായ്മ, പൂർണ്ണമല്ലായ്മ, അതാണ് എൻ്റെ ശരിക്കുള്ള അർത്ഥം ദിതി. അതിഥി എന്ന് പറഞ്ഞാൽ അപൂർണത ഇല്ലാത്ത അവസ്ഥ, അതായത് പൂർണ്ണമായ അവസ്ഥ. ദിതി എന്ന് പറഞ്ഞാൽ എന്തോ ചെറിയ തകരാറ്. അതിഥി എന്ന് പറഞ്ഞാൽ ഒരു തകരാറുമില്ലാത്തത്, അല്ലെങ്കിൽ ഒരു കുറവുമില്ലാത്തത് എന്ന് പറഞ്ഞാൽ മൂലപ്രകൃതി എന്നർത്ഥം. മൂലപ്രകൃതിയാണ് എല്ലാം തികഞ്ഞത്, അല്ലേ? നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്, വലുതുമുണ്ട്, ചെറുതുമുണ്ട്, പ്രകാശിക്കുന്നതുമുണ്ട്, ഇരുട്ടുള്ളതുമുണ്ട്, എല്ലാം അടങ്ങിയിട്ടുള്ളത് മൂലപ്രകൃതിയിലാണ്. നമ്മളീ കാണുന്ന ബ്ലാക്ക് ഹോളുകൾ, കോൺസ്റ്റലേഷൻസുകൾ, നക്ഷത്രങ്ങൾ, തമോഗർത്തങ്ങൾ, ഇതെല്ലാം മൂലപ്രകൃതിയാണ്. അപ്പോൾ ദിതി ഇല്ലാത്തതാണ് അതിഥി, അതായത് തകരാറില്ലാത്തതാണ് അല്ലെങ്കിൽ കുറവില്ലാത്തതാണ് മൂലപ്രകൃതി, അതിഥി. ആ അതിഥിയുടെ അവതാരമാണ് ആര്? ദേവകി. അപ്പോൾ കോൺഷ്യസ്നസ്, അതായത് സാർവലൗകികമായ ബോധവും, സാർവലൗകികമായ ബോധം അതായത് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കുട്ടിയായിട്ട് ഒരു ക്ലാസ്സിലിരുന്നാൽ, ഒരാളായിട്ടൊരു സ്ഥലത്തിരുന്നാൽ ഞാൻ മാത്രമാണെന്നുള്ള ബോധമാണ്. ഞാനും ഒരു 10-25 പേരും കൂടെ ഒരുമിച്ചിരുന്നാൽ ഞങ്ങളൊരു ഗ്രൂപ്പാണ്, ഞങ്ങൾ എന്ന് പറയുന്ന ആ ബോധം അത് ഞങ്ങളെല്ലാം വ്യാപിച്ചിരിക്കുന്നതാണ്. പുറത്തുനിന്നൊരാൾ ഞങ്ങളെ ആക്രമിക്കാൻ വന്നാൽ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തീർക്കും. അതുപോലെ സർവ്വചരാചരങ്ങളും ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സർവ്വതിലും നിറഞ്ഞിരിക്കുന്ന ഞാനെന്ന് പറയുന്ന ബോധമാണ് വസുദേവൻ. ആ വസുദേവൻ്റെ ഭാര്യയാണ് മൂലപ്രകൃതി, ദിതിയില്ലാത്തത്, അതായത് കുറവില്ലാത്തത്, അതിഥിയുടെ അംശം, മൂലപ്രകൃതി. അപ്പോൾ ഈ കോൺഷ്യസ്നെസ്സും മാറ്റർ, അതിൽ നിന്നാണ് ഇതിനെ രണ്ടിനെയും നിയന്ത്രിക്കുന്ന പരമാത്മാവ്. ഇതിൽ രണ്ടിൽ നിന്നുമാണ് നമ്മുടെ പരമാത്മാവ് പ്രകടമായത്. പരമാത്മാവ് മൂലപ്രകൃതിയിലാണ് പ്രകടമായത്, അല്ലേ? വാസ്തവത്തിൽ ഇത് തത്വാർത്ഥത്തിൽ അങ്ങനെ പറയാമെങ്കിലും വാസ്തവത്തിൽ കശ്യപ പ്രജാപതി എന്ന് പറയുന്നത് ഒരു മഹായോഗിയാണ്, ദേവകി എന്ന് പറയുന്നത് ഒരു യോഗിനിയാണ്. അവർക്ക് ഉണ്ടാകുന്ന പുത്രൻ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ശ്രേഷ്ഠനായ ഒരു വ്യക്തി തന്നെ ആയിരിക്കും. അങ്ങനെയാണ് ശ്രീകൃഷ്ണൻ്റെ ജനനം എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുന്നത്, കൃഷ്ണ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ കറുപ്പെന്നാണ്. അതുപോലെ തന്നെ കൃഷ്ണ, കർഷത ഇത് കൃഷ്ണ, ആകർഷിക്കുന്നവനാണ് കൃഷ്ണൻ, അല്ലേ? ആ കർഷണം അല്ലെങ്കിൽ ആകർഷിക്കുന്നവനാണ് കൃഷ്ണൻ. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള എന്ന് പറഞ്ഞാൽ തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്നു എന്നർത്ഥമുണ്ട്, ജ്ഞാന സ്വഭാവം കൊണ്ട് യോഗികളെ ആകർഷിക്കുന്നു എന്നർത്ഥമുണ്ട്. ഒരു പരമാത്മ തത്വം അല്ലെങ്കിൽ ആനന്ദം, പൂർണ്ണമായ തൃപ്തി, ആ പൂർണ്ണമായ തൃപ്തിയിൽ നിന്നാണ് ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യുന്നത്? അവിടെ പ്രകടമാകുന്നത്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ തത്വം പറയുന്നത്. അതുപോലെ തന്നെ നന്ദഗോപകുമാരൻ എന്നാണ് ശ്രീകൃഷ്ണനെ വിളിക്കുന്നത്, നന്ദഗോപകുമാരൻ. അതുപോലെ തന്നെ ഗോപാലൻ എന്ന് വിളിക്കാറുണ്ട്. ഗോപാലന്മാർക്കിടയിൽ പ്രഗത്ഭനായിട്ടിരിക്കുന്നുണ്ട്. ഗോപാലന്മാരുടെ നേതാവായതുകൊണ്ട് രാജഗോപാലൻ എന്ന് വിളിക്കാറുണ്ട്.
രാജഗോപാലമൂർത്തി എന്ന് വിളിക്കാറ്. അതുപോലെ തന്നെ സന്ദീപനി മഹർഷിയുടെ അവിടെ വിദ്യ പഠിക്കാൻ വേണ്ടി പോയപ്പോൾ 4 വേദങ്ങൾ, 6 ശാസ്ത്രങ്ങൾ, 18 പുരാണങ്ങൾ, 64 കല, ഇത്രയും അടങ്ങിയ പരിപൂർണമായ വേദജ്ഞാനം വെറും 60 ദിവസം കൊണ്ട് പഠിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിദ്യാരാജഗോപാലമൂർത്തി എന്ന് പറയുന്നത്. വിദ്യാരാജഗോപാലമൂർത്തി എന്ന മറ്റൊരർത്ഥമുള്ളത് ശ്രീവിദ്യാദേവി, ദശമഹാവിദ്യയായിട്ടുള്ള ശ്രീവിദ്യാദേവിയും ഗോപാലമൂർത്തിയും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഭാവം വിദ്യാരാജഗോപാലമൂർത്തി. അതുപോലെ തന്നെ ഗോവർദ്ധന ഗോപാലമൂർത്തിയുണ്ട്. ഇങ്ങനെ ഗോപാലങ്ങൾ തന്നെ 10-200 ഗോപാലങ്ങൾ പറയുന്നു. ആ ഇത് 200 ഓരോരോ മന്ത്രങ്ങളാണ്, ഓരോരോ ഭാവങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ശ്രീകൃഷ്ണൻ്റെ 8 ഭാര്യമാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് പ്രധാനപ്പെട്ട 8 ഭാര്യമാരും 16,100 മറ്റു ഭാര്യമാരും ഉണ്ടെന്നാണ്. അതിൽ 16,108 ഭാര്യമാരെന്നാണ് ശരിക്കുള്ള മീനിങ്. അല്ല, 16,008 എന്നല്ല, 16,108. അപ്പോൾ ആ 108 എന്ന് പറഞ്ഞാൽ 108 ഉപനിഷത്തുക്കളാണ് എന്ന് ചിലർ പറയുന്നു. അതിൽ ഈ ചിലർ പറയുന്നത് 108 ഉപനിഷത്തുക്കൾ എന്ന് പറഞ്ഞാൽ 108 പ്രധാനപ്പെട്ട നാഡികളാണ് ഒരു യോഗിയുടെ ശരീരത്തിൽ. അതായത് അതിൽ അഷ്ടനാഡികളിലാണ്, 8 നാഡികൾ, പ്രധാനപ്പെട്ട 8 നാഡികളിലാണ് അഷ്ടൈശ്വര്യങ്ങളുള്ളത്. അതിൽ രുക്മിണി എന്ന് പറയുന്ന ഒരു നാഡി, രുക്മിണി എന്ന് പറയുന്ന നാഡി വാസ്തവത്തിൽ അത് നാഡിയല്ല, അത് പരമാത്മാവിൻ്റെ ശക്തി തന്നെയാണ്. അത് മൂലാധാര ചക്രത്തിലിരിക്കുന്ന എന്തോ ഒരു ഫോഴ്സാണ്, വൈറ്റൽ ഫോഴ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ സർപ്പരൂപത്തിലിരിക്കുന്നതാണ്. അതാണ് വാസ്തവത്തിൽ ഈ യോഗികൾക്കെല്ലാം ഉണർന്ന് അതങ്ങ് ശിരസിൽ എത്തിച്ചേരുന്നത്. ആ ശിരസിലിരിക്കുന്ന സഹസ്രാര പത്മത്തിലിരിക്കുന്ന ആ എറ്റേണൽ ആയിട്ടുള്ള ആ ബ്ലിസ് അഥവാ ആനന്ദമാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള 7 ഭാര്യമാർ, രുക്മിണി എന്ന് പറയുന്ന ഭാര്യയെ മാറ്റി നിർത്തുന്നു. രുക്മിണി എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ്റെ തന്നെ ശക്തിയാണ്. രുക്മിണി ഒഴിച്ചുള്ള മറ്റ് 7 ഭാര്യമാരാണ് സപ്തനാഡികൾ, 7 നാഡികൾ. അതിൽ തന്നെ ഇടാ പിങ്കള സുഷുമ്ന ഉണ്ട്. ആ ഇടാ പിങ്കള സുഷുമ്ന എന്ന് പറയുന്ന നാഡി തന്നെയാണ് സത്യഭാമ, ജാമ്പവതി എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ സപ്തനാഡികളിലൂടെ പ്രവഹിക്കുന്ന ശക്തി, അതാണ് ശ്രീകൃഷ്ണൻ്റെ മൂലാധാര ചക്രത്തിലിരിക്കുന്നതായിട്ടുള്ള ശക്തി. അതാണ് ഒരു പവർ, പ്രകൃതി ശക്തി. അതാണ് ഈ രുക്മിണി എന്ന് രുക്മ എന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്ന രുക്മിണി എന്ന് പറയുന്ന ശക്തി. അതുപോലെ തന്നെ സഹസ്രാര പത്മത്തിലിരിക്കുന്ന ശക്തിയാണ്, ആനന്ദമാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പം മനസ്സ് ആനന്ദത്തിൽ ലയിക്കുന്നതിനാണ് വാസ്തവത്തിൽ ഈ രുക്മിണി കൃഷ്ണ പരിണയം എന്ന് പറയുന്നത്. രുക്മിണി പോയി ശ്രീകൃഷ്ണനെ വരിക്കുകയാണ്. അപ്പോൾ അത് വാസ്തവത്തിൽ രുക്മിണി ശ്രീകൃഷ്ണനെ വരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ മനസ്സ് നമ്മുടെ തന്നെ ആനന്ദത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ഈ 16,100 എന്ന് പറയുന്നത് വാസ്തവത്തിൽ യോഗനാഡികളാണ്. ഈ 16,100 യോഗനാഡികളെക്കുറിച്ച് പറഞ്ഞാൽ, അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 8 പ്രധാനപ്പെട്ട ചൈതന്യവത്തായിട്ടുള്ള നാഡികളുണ്ടല്ലോ, അതിൽ നിന്ന് പിരിഞ്ഞു വരുന്ന 2000 വെച്ച് പിരിഞ്ഞു വരുന്ന മറ്റുള്ള ഉപനാഡികളാണ് ഈ ബ്രാഞ്ചസ് പോലെ വരും. അത് 8 പോയിന്റുകളിലായിട്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ്റെ തന്നെ ശക്തിയാണ്, രുക്മിണിയാണ്. പിന്നെ അതിനോടൊപ്പം ചേർന്ന് മൂലാധാരം, സ്വാധിഷ്ഠാനം എന്നൊക്കെ പറയാം. യോഗിയൊക്കെ അറിയാവും, യോഗ പഠിച്ചവർക്ക് അതിനെക്കുറിച്ച് അറിയാം. അപ്പം അതിങ്ങനെ 8 നാഡികളിലൂടെ ചേർന്ന് വരുന്ന ഉപനാഡികൾ, ഈ 2 വെച്ചുള്ള ഉപനാഡികളും മറ്റുള്ള തത്വങ്ങളും എല്ലാം കൂടെ ചേർന്നാണ് ഈ 16,100. അതായത് 96 തത്വങ്ങളുണ്ട്, ശരീര തത്വങ്ങളെല്ലാം. ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ബോഡിയിൽ, ഹ്യൂമൻ ബോഡിയിലിരിക്കുന്ന ആ ഒരു ആനന്ദമായ അവസ്ഥ, പരമാനന്ദം, പരമാത്മാവിൻ്റെ ആ ഒരു അംശം തന്നെയാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. ഈ ശ്രീകൃഷ്ണൻ തന്നെ ഈശ്വരൻ്റെ അംശമായിട്ട് ഭൂമിയിൽ ജനിക്കുകയും ചെയ്യും. ഈ 16,000 യോഗനാഡികളെ തന്നെയാണ് 16,000 ആധ്യാത്മിക ഋക്കുകളായിട്ട് പറയുന്നത്. ബാലകല്യം ഒഴിച്ചുള്ള ആധ്യാത്മിക ഋക്കുകളായിട്ട് പറയുന്ന ഈ 16,000 അങ്ങനെയൊക്കെ പലതരത്തിലുള്ള തത്വങ്ങളുടെയും ഗഹനമായ തത്വമുണ്ട് ഉള്ളതാണ് ഈ ശ്രീകൃഷ്ണൻ്റെ ഈ ഭാവം എന്ന് പറയുന്നത്. പിന്നെ ഈ ശ്രീകൃഷ്ണനെ കുറിച്ച് വേറൊരു കാര്യം പറഞ്ഞാൽ, പണ്ഡിതന്മാർക്ക് പോലും നിഗൂഢമായിരിക്കുന്ന, പണ്ഡിതന്മാരുടെ ജ്ഞാനദൃഷ്ടിക്ക് പോലും അഗോചരമായിരിക്കുന്ന നിഗൂഢമായ തത്വം എന്ന് സൂചിപ്പിക്കാനാണ് ആ കൃഷ്ണൻ ആ കറുത്ത കളർ കൊടുത്തിരിക്കുന്നത്.
അതൊരു തത്വമാണ്, നിഗൂഢത സൂചിപ്പിക്കുന്നു. അതേസമയം യശോദാദേവി വാരിയെടുത്ത് ഉമ്മ വയ്ക്കുന്നുണ്ട്, ദേവകി ദേവിക്ക് ശ്രീകൃഷ്ണനെ കാണുമ്പം പാല് ചുരത്തുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് സൂചിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഈ മറ്റുള്ള മഹാപണ്ഡിതന്മാർക്കും ധ്യാനികൾക്കും വരെ അഗോചരമായിരിക്കുന്ന ഈ പരമാത്മ തത്വം വാസ്തവത്തിൽ ലളിത ഹൃദയന്മാരായ ഭക്തന്മാർക്ക് പെട്ടെന്ന് ദൃശ്യമാണെന്നാണ് കാണിക്കുന്നത്. അതവർക്ക് പ്രാപ്യമാണ്. വളരെ ലളിതമായ ഹൃദയമുള്ള സാധാരണ ആൾക്കാർക്ക് പ്രാപ്യവും ശിശു സംബന്ധമായ, ശിശുക്കളെപ്പോലെ നിഷ്കളങ്കരായ, അതാണ് അതിൻ്റെ അർത്ഥം. ശിശുക്കളെപ്പോലെ നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാർക്ക് അത് പ്രാപ്യവും, അതേസമയം വലിയ കടുകട്ടിയായ പാണ്ഡിത്യമൊക്കെ വിളമ്പുന്ന വലിയ പണ്ഡിതന്മാർക്കും പണ്ഡിത അഗ്രേസരന്മാർക്കും വലിയ വലിയ യോഗികൾക്കും ധ്യാനത്തിൽ നിമഗ്നരായിരിക്കുന്ന യോഗികൾക്കുമെല്ലാം അത് അഗോചരമായിട്ടും ഭവിക്കുന്ന, അതാണ് ശ്രീകൃഷ്ണൻ്റെ തത്വം. ഇതേ തത്വം തന്നെയാണ് യേശുക്രിസ്തു ബൈബിളിലും പറഞ്ഞിട്ടുള്ളത്. അതായത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, പിതാവേ, അങ്ങയുടെ ഈ രഹസ്യം അങ്ങ് വിദ്വാൻമാരിൽ നിന്ന് മറച്ചു വച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തുന്നു. അതായത് വിദ്വാൻമാരായ പണ്ഡിതന്മാർക്ക് പോലും അത് അഗോചരമായിരിക്കുന്നത്, അതായത് ശിശുക്കളെപ്പോലെ നിഷ്കളങ്കരായിട്ടിരിക്കുന്നവർക്ക് അത് വെളിപ്പെട്ടിരിക്കുന്നു. അതായത് നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുക്കളെപ്പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തെ കാണുകയില്ല എന്ന് പറയുന്നതിൻ്റെ തത്വം അതാണ്. പിന്നെ അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ തന്നെയാണ് വാസ്തവത്തിൽ ശിവനെന്നും പറയുന്നത്. വാസ്തവത്തിൽ ശിവൻ്റെ മുമ്പിലിരിക്കുന്ന നന്ദിദേവൻ, ആ നന്ദി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ പരിപൂർണമായ തൃപ്തിയാണ്. ഈ പറഞ്ഞ പോലെ ആനന്ദൻ അല്ലേ, നന്ദഗോപാലകുമാരൻ എന്ന് പറഞ്ഞ പോലെ ഈ നന്ദഗോപകുമാരൻ തന്നെയാണ് ശിവൻ. അദ്ദേഹത്തിൻ്റെ മുമ്പിലിരിക്കുന്നതാണ് നന്ദി. നന്ദി എന്ന് പറഞ്ഞാൽ പരമമായ തൃപ്തി അഥവാ പരമമായ ആനന്ദത്തിൽ നിന്നാണ് ആ പരമാത്മാവിൻ്റെ പ്രാഗണ്യഭാവം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ശൈവഭാവത്തിൽ അത് വേറെ രീതിയിൽ പറയുന്നു. ശ്രീകൃഷ്ണനെ ഗോപാലനായും ഗോക്കളെ മേയ്ക്കുന്നവനായിട്ടും പറയുന്നു. ശൈവന്മാർ ശിവനെ പശുപതി എന്ന് പറയും. പശുപതി എന്ന് പറഞ്ഞാൽ സർവ്വ ജീവന്മാരെയും പാലിക്കും. സർവ്വജീവന്മാരും ശിവന് പശുക്കൾ സമാനമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെയാണ് സർവ്വജീവന്മാരും സർവ്വദേവാദിദേവന്മാർ പോലും ശ്രീകൃഷ്ണന് വെറും ഗോക്കളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് തന്നെയാണ് കുഞ്ഞാടുകളെ മേയ്ക്കുന്ന കർത്താവെന്നും പറഞ്ഞിരിക്കുന്നത്. ഇവരെല്ലാം ഒരു തത്വം തന്നെയാണ്. അതാണ് ശ്രീകൃഷ്ണ തത്വം. നമസ്കാരം.